ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. അതായത് സൗദി ഇപ്പോൾ അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അവർ ഇറാനൊപ്പമാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ്, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നിലപാട് എടുത്തത്, ഇതിൻ്റെ പുറകിലുള്ള ഡിപ്ലോമാറ്റിക് ജിയോ പൊളിറ്റിക്കൽ ഗെയിം എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനിൽ വിജയിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം അറബ് കമ്മ്യൂണിറ്റിയിൽ എടുക്കപ്പെടുന്നത്. അപ്പോൾ അതിന് പ്രധാന കാരണമായിട്ട് മാറിത്തീരുന്നത് ഒരു വിഷയമാണ്. ആ ഒരു വിഷയം ഖത്തറിനെ മീഡിയേഷനിൽ നിന്നും എക്സ്പെൽ ചെയ്ത ഒരു കാര്യമാണ്. അത് അറബ് കമ്മ്യൂണിറ്റിക്ക് തീരെ താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. അത് ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്, ചൈന, ഇറാൻ, സൗദി അറേബ്യ തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചൈന സൗദിയും ഇറാനെയും കൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്തതിലൂടെ ഹൂത്തീസിൻ്റെ അറ്റാക്ക് സൗദിക്ക് തടയാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അതിന് മുമ്പ് വരെ ഇറാനിൽ നിന്ന് കൃത്യമായ അറ്റാക്കുകൾ ടൈം ടു ടൈം ഈ ഹൂത്തി വിമതർ യമനിൽ നിന്നും സൗദിക്കെതിരെ തൊടുത്ത് വിട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിലൊരു കൺട്രോൾഡ് വന്നു എന്നുള്ളതാണ്. ഈ ഇസ്രയേൽ ഹമാസ് വാറിൽ ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന അറ്റാക്കുകളെല്ലാം സൗദി കണ്ടംപ്റ്റ് ചെയ്യുന്നത്, ഗണ്ണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടും അതിൻ്റെ ഡിപ്ലോമസി ഓൾറെഡി വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നതുകൊണ്ട് സംഭവിച്ചത് ഇസ്രയേലിൽ ജെറുസലേം എന്ന് പറഞ്ഞ ഒരു അനക്സേഷൻ, ജെറുസലേമിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കൽ, ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കൽ, അത് നടക്കുമോ എന്നുള്ളൊരു പേടി, ഈ വക സമഗ്രമായ വിഷയങ്ങളിലോട് ഉരുത്തിരിഞ്ഞു വന്നിട്ടാണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഈ ഇലക്ഷൻ ജയിക്കുകയും ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ഉരുത്തിരിഞ്ഞു വരികയും ആ ഒരു ടൈം ലൈനിൽ കൃത്യമായിട്ട് ഖത്തറിനെ എടുത്ത് പുറത്തിടുന്ന ഒരു അവസ്ഥ ഉണ്ടായതാണ് ഇതിന് തിരികൊളുത്തിയ സംഭവം. പെട്ടെന്ന് 2 ദിവസം കൊണ്ടാണ് ഈ മീറ്റിംഗ് പടപടയെന്ന് വിളിച്ചു കൂട്ടി 57 രാജ്യങ്ങൾ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞാൽ 57 രാജ്യങ്ങൾ ഒരുമിച്ച് റിയാദിൽ കൂടിയത്. എമർജൻസി ആയിട്ട് തന്നെ കൂടിയതാണ്. അപ്പോൾ ഇത്രയും നാളും വേണ്ടാന്ന് പറഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരുന്ന ഒരു മീറ്റിംഗ് ആണ് പെട്ടെന്ന് റേസ് ചെയ്ത് കൂടിയത്. ആക്ച്വലി അവർ കൂടേണ്ട ഒരു കാലപരിധി എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെയാണ് അവർ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ 38 തീരുമാനങ്ങൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഈ 38 തീരുമാനങ്ങളിലും 57 രാജ്യങ്ങളും 38 തീരുമാനങ്ങൾ, എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2000 സംതിങ് ആയിട്ട് നമുക്കിത് കണക്ക് കൂട്ടി വിലയിരുത്താം, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. കാരണം ഓരോ രാജ്യവും ഈ നിയമങ്ങൾ കൊണ്ടുപോയി അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ ഇത് ആക്ട് ചെയ്യുന്നത്. എല്ലാ നിയമങ്ങളും ഇസ്രായേലിനെതിരാണ്. വേറെ ഒരു നിയമമില്ല. ഈ കൂട്ടം കൂടി തന്നെ ഇസ്രായേലിനെതിരായിട്ട് മാത്രമാണ്. എവ്രി പോയിന്റ് എഗെയിൻസ്റ്റ് ഇസ്രായേൽ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ ഈ 57 രാജ്യങ്ങളും കൂടെ ജോയിന്റ് ആയിട്ട് ചേർന്ന് ഒരു തീരുമാനം എടുക്കുക, അത് ഇസ്രായേലിന്റെ ഗാസ വാറിനെതിരെയാണെന്നുള്ളതാണ് ഇതിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ക്രോസ് ബോർഡർ അറ്റാക്ക് ഓൺ ഇറാൻ, ഇറാന്റെ എയർ സ്പേസ് ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ അറ്റാക്ക്, അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഗാസയിലെ വാർ UN ഇടപെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം, അതേപോലെ അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഈജിപ്റ്റ്, ഖത്താർ, അമേരിക്ക ഇടപെട്ടുകൊണ്ട് നടത്തിയ സീസ് ഫയർ ടോക്കിൽ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യാതെ പോയതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇമീഡിയറ്റ് ആയിട്ട് ഗാസ, ലെബനാൻ ഭാഗത്തുള്ള വാറുകളെല്ലാം നിർത്തിയിട്ട് ഇസ്രായേൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ്, പാലസ്തീനിയൻ പീപ്പിളിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നതിനെതിരെ ഒരു കണ്ടംപ്റ്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വെച്ചിരിക്കുന്നത്. 7 ഗാസ ഒക്കുപേഷനെ ഗണ്ണിക്കുന്നുണ്ട്, 8 ലെബനാൻ ഒക്കുപേഷനെ ഗണ്ണിക്കുന്നുണ്ട്, 9 ലെബനാൻ യുനിഫിൽ അറ്റാക്ക്, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ആർമിയെ അറ്റാക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനിൽ അതിനെയും അവർ ഗണ്ണിക്കുന്നുണ്ട്. 10 പാലസ്തീനിയൻ പീപ്പിൾ റീലൊക്കേഷൻ, അതായത് ഈ വാർ നടക്കുമ്പോൾ അലർട്ട് കൊടുത്തിട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടും സൗത്തിൽ നിന്ന് നോർത്തിലോട്ടൊക്കെ അങ്ങോട്ടും കൂടി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റീലൊക്കേഷൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഇവരെ ടെന്റുകളിലേക്ക് മാറ്റുന്നതും കൂടെ ഇവർ ഗണ്ണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതും അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്ന് ഈ സെക്യൂരിറ്റി ബോർഡറിൽ ഗാസ സ്ട്രിപ്പ്, റഫ ബോർഡർ, ഫിലഡൽഫി കോറിഡോർ, ഇതേപോലുള്ള കോറിഡോറുകളിലൊക്കെ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി വിങ്സ് ഉണ്ട്. ഇതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അവർ ഫ്രീ ഗാസ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഈജിപ്റ്റ്, ജോർദാൻ വഴി കൊടുക്കുന്ന ഒരു UNRWAയുടെ ഒരു എൻട്രൻസ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അതിലൂടെ തീവ്രവാദികളെ കടത്തിവിടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എയ്ഡ് കൊടുക്കാനുള്ള മാർഗം തിരിച്ച് പുനഃസ്ഥാപിക്കണം എന്നാണ് 12ാമത്തെ പോയിന്റ് അവർ പറയുന്നത്. 13, UN ആക്ഷൻ എടുക്കണം. UN ആക്ഷൻസ് വളരെ ഡിലേ ആണെന്നുള്ളത് UN വേണ്ടിയിട്ടാണ് അവർ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ UN ഇസ്രായേലിന്റെ ഈ ഒരു നടപടിക്കെതിരെയുള്ള ആക്ഷനിൽ അവർ വളരെ ഡിലേ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇസ്രായേൽ റിലേറ്റഡ് ആണ്. 14, ഇസ്രായേൽ സമ്മതിക്കണമെന്ന്, അതായത് ഗാസയും ലെബനാനും ഒക്കുപൈ ചെയ്യുന്നത് ഇല്ലീഗലാണ്, അതായത് ഇസ്രായേൽ ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അതാണ് 14ാമത്തെ പോയിന്റിൽ പറയുന്നത്. 15ാമത്തെ പോയിന്റിൽ അവർ വീണ്ടും പറയുന്നത് 1967 1967 പ്രകാരമുള്ള ബോർഡർ റൂൾസ് ഒബേ ചെയ്ത് ഇസ്രായേലി ഒക്കുപേഷൻ എല്ലാം വിട്ടൊഴിഞ്ഞ് 1967 ബോർഡർ പ്രകാരമുള്ള പാലസ്തീൻ സ്റ്റേറ്റിന് രൂപം കൊടുക്കണം. അതുപോലെ തന്നെ ജെറുസലേമിനെ പാലസ്തീൻ്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കണം. 16, ഈ ജെറുസലേം ഭാഗത്തുള്ള ഇസ്രായേലിന്റെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എടുത്തു മാറ്റണം എന്നാണ് പറയുന്നത്. 17, അൽ-അക്സ മോസ്കിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്ത് മാറ്റണം, അവിടെ ഇസ്രായേലിന്റെ യാതൊരു സംരംഭങ്ങളും അവിടെ പാടില്ല എന്നാണ് പറയുന്നത്. 18, എക്സ്പെൽ ഇസ്രായേൽ ഫ്രം UN, യുണൈറ്റഡ് നേഷൻസിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കണം എന്നാണ് 18ാമത്തെ പോയിന്റ് പറയുന്നത്.
19 ഇവരെല്ലാവരും കൂടെ ചേർന്ന് കത്തെഴുതി, അതായത് 57 ഇസ്ലാമിക് കൺട്രീസും കൂടെ കത്തെഴുതണം UN, അതായത് ഇസ്രായേലിന് വെപ്പൺ സപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. 20 ഇസ്രായേലി ഒഫീഷ്യൽസ്, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലി ഒഫീഷ്യൽസിനെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നാണ്. അതായത് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഒരു ഓർഡർ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമുള്ള ഒരു അറസ്റ്റ് നടത്തണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിലെ പാലസ്തീനും പിന്നെ ഇസ്രായേലും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ബോർഡർ ഇഷ്യൂസും ഇമീഡിയറ്റ് ആയിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബോർഡർ ഇഷ്യൂസും ഇമീഡിയറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം എന്നാണ് പറയുന്നത്. 22 ഇസ്രായേൽസിന്റെ ഏതെങ്കിലും ഷോപ്പുകൾ അറബ് മേഖലയിൽ ഉണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം, അത് ഷട്ട് ഡൗൺ ചെയ്യണം എന്നാണ് പറയുന്നത്. 23ാമത്തെ പോയിന്റ്, ലോകത്തുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ഈ 57 രാജ്യങ്ങൾ കൂടാതെയുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ പാലസ്തീന്റെ തലസ്ഥാനം ജെറുസലേമായിട്ട് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. 24 എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരണം, ഇതിനു വേണ്ടി ഒത്തു നിൽക്കണം എന്നുള്ളതാണ് 24. 25 പാലസ്തീനെ OIC-യിൽ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രി, ആ ഒരു സംഘടനയിൽ പെർമനന്റ് മെമ്പർ ആക്കാന്നുള്ളത്, സ്ഥിരാംഗത്വം കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഇതുവരെ സ്ഥിരാംഗത്വം കൊടുത്തിട്ടില്ല, ഇവർ തന്നെ സ്ഥിരാംഗത്വം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. 26 UN-ൽ പിന്നെ പാലസ്തീനിന് ഒരു മെമ്പർഷിപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പെർമനന്റ് മെമ്പർഷിപ്പ് ആണോ നോൺ പെർമനന്റ് മെമ്പർഷിപ്പ് ആണോ അറിയത്തില്ല, ആ ഒരു രീതിയിലുള്ള മെമ്പർഷിപ്പ്, UN മെമ്പർഷിപ്പ് എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ ഒഫീഷ്യലി സാങ്ഷൻ ചെയ്യണം, ഈ 57 രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ ഒഫീഷ്യലി സാങ്ഷൻ ചെയ്യണം എന്നാണ്. 28 ഇസ്രായേലിന് പനിഷ്മെന്റ് കൊടുക്കണം, UN പനിഷ്മെന്റ് കൊടുക്കണം. കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ റൂൾസിനെ റെഗുലേഷൻസിനെ മാനിക്കാത്ത ഇസ്രായേലിനെ പനിഷ് ചെയ്യണം എന്നാണ് 28ാമത്തെ പോയിന്റ്. 29ാമത്തെ പോയിന്റ്, ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്റർനാഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും റെഗുലേഷൻസ് അവർ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് UN-ലേക്ക് കൊണ്ടുവന്നാലും അത് UN ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൂടെ അവർ പറയുന്നുണ്ട്. പിന്നെ 30ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ 57 രാജ്യങ്ങളും വിതൗട്ട് എനി കണ്ടീഷൻ, ഒരു കണ്ടീഷനും ഇല്ലാണ്ട് പാലസ്തീനിന് ആയുധം, പിന്നെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്, അവർ കൊടുക്കും എന്നുള്ളതാണ്. ലിറ്ററലി അവർ ടെററിസം പിന്നെ പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. കാരണം പാലസ്തീന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ പാലസ്തീനിൽ അവിടെ അത്ര വലിയ സോൾജേഴ്സ് ഒന്നുമില്ല, ഓൺലി ഹമാസ് ആണുള്ളത്. ഹമാസിന് കൊടുക്കാൻ തന്നെയാണ് അതിന്റെ ഒരു മീനിങ്. 31ാമത്തെ പോയിന്റിൽ 1967 പ്രകാരം 1967 പ്രകാരം ഈജിപ്തിന്റെ ബോർഡർ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാനുണ്ടെന്നാണ് അവർ വീണ്ടും ഇതിനകത്ത് ഊന്നി പറഞ്ഞു വെക്കുന്നത്. വീണ്ടും ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. 32 വീണ്ടും അവർ ഇത് തന്നെയാണ് ഊന്നി പറയുന്നത്, എയ്ഡ് കൊടുക്കുന്നുള്ളത്, ഗാസയ്ക്കും ലെബനാനും അൺസ്റ്റോപ്പബിൾ എയ്ഡ്, അതായത് ഒരു നിയന്ത്രണമില്ലാത്ത എയ്ഡ് കൊടുക്കും എന്നാണ് പറയുന്നത്. 33 സിറിയ സൈഡിൽ, ഗോലാൻ ഹൈറ്റ്സ് സിറിയ ബോർഡർ സൈഡിൽ ഇസ്രായേൽസിന്റെ കൺസ്ട്രക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യണം. അത് പിന്നെ ഇതിന് മുമ്പുള്ള ഒരു റൂൾസ് പ്രകാരം അവിടെ ഒരു ആൽഫ ലൈൻ ഉണ്ടല്ലോ, ആൽഫ ലൈനിന്റെ ഇപ്പുറത്ത് ഇസ്രായേലിന്റെ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. 34ാമത്തെ പോയിന്റ്, മോണിറ്റർ ലെബനാൻ ഗാസ അണ്ടർ സൗദി ലീഡർഷിപ്പ് എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മോണിറ്ററിംഗ് ഗാസ ലെബനാൻ അണ്ടർ സൗദി ലീഡർഷിപ്പ്. 35 വെസ്റ്റേൺ കൺട്രീസിന്റെ മേളിൽ മാക്സിമം പ്രഷർ ഇടുക എന്നുള്ളതാണ്. 36ാമത്തെ പോയിന്റ്, ഓഷൻ ബോർഡർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേലുമായിട്ട് വരുന്ന ബോർഡറുകൾ ക്ലിയർ കട്ടായിട്ട് വേർതിരിച്ചെടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. 37ാമത്തത്, ഈ മേൽപ്പറഞ്ഞ ഇത്രയും പോയിന്റുകളും ഒരു ലോ ആയിട്ട് ഈ 57 രാജ്യങ്ങളിൽ പാസ്സാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. 38ാമത്തെ പോയിന്റ്, ഇവർ ഒരു കമ്മിറ്റി രൂപീകരിക്കും, ഇതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഹെഡായിട്ട് സൗദി കിങ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും, ഇതിനെക്കുറിച്ചുള്ള ദീർഘമായ റിപ്പോർട്ടുകൾ ക്ലിയർ ആയിട്ട് സ്റ്റഡി ചെയ്ത്, അതായത് ഈ ഗാസ ലെബനാൻ പോലത്തെ സ്ഥലങ്ങളിലുള്ള നിലവാരങ്ങൾ, ഈ വാർ കണ്ടീഷനൊക്കെ മോണിറ്റർ ചെയ്ത് അതാത് സമയത്ത് റിപ്പോർട്ടാക്കി ഇത് സൗദി ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ OIC മീറ്റിംഗിൽ നടന്ന ഈ കംപ്ലീറ്റ് കാര്യങ്ങളിൽ ഉണ്ടായി വന്ന തീരുമാനങ്ങൾ. ഈ 38 പോയിന്റും ഒറ്റ റൂൾസ് മതി. ഈ പോയിന്റിൽ ഹമാസിന്റെ അറ്റാക്കിനെ കുറിച്ച് പറയുന്നില്ല, ഹമാസിന്റെ October 7 ഇസ്രായേലിനെതിരെയുള്ള അറ്റാക്കിനെ കുറിച്ച് പറയുന്നില്ല എവിടെയും. രണ്ടാമത്, പിടിച്ചു വെച്ചിരിക്കുന്ന ഹോസ്റ്റേജസിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാറിനെ കുറിച്ച് ഒരു സൊല്യൂഷൻ അതിനകത്ത് ഒരു രീതിയിലും പറയുന്നില്ല എന്നുള്ളതാണ്. ഹെസ്ബുള്ളയെ കുറിച്ച് പറയുന്നില്ല, ഹൂത്തി അറ്റാക്സിനെ കുറിച്ച് പറയുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയുന്നത്. റെഡ് സീയിൽ, പ്രധാനമായിട്ട് റെഡ് സീയിൽ ഇവരുടെ പിന്നെ ഓയിൽ ഷിപ്പുകൾ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നത് പല രാജ്യങ്ങളും ബിസിനസ് ഡീൽ, അത് ഇവരെയും കൂടെ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊരുവിധ പരാമർശം ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹിപ്പോക്രറ്റിക് രീതിയിലാണ് ഇത്, ഇവരുടെ ഒരു ഹിപ്പോക്രസിയാണ് ഇതിനകത്ത് പുറത്തു വരുന്നത്. ഇതൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. കാരണം ഒരു കമ്മിറ്റി, ജോയിന്റ് കമ്മിറ്റി ഒരു റൂൾസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ഒരിക്കലും ഒരു വൺ സൈഡ് ആവാൻ പാടില്ല, അത് രണ്ട് സൈഡിലും കൂടെ വിലയിരുത്തേണ്ടതാണ്. ആ വിലയിരുത്തൽ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഈ എല്ലാ പോയിന്റുകളും കൂടെ വന്ന് ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്, ടെറർ ഫണ്ടിങ്. ഇവർക്ക് വളരെ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണം, ഹമാസിനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇത് എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കണം. ഈ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2024 ഒരു 200 സംതിങ് പേജുള്ള ഒരു പിന്നെ റിപ്പോർട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ റിപ്പോർട്ടിൽ മാക്സിമം അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾക്കെതിരെ വയലൻസ് നടത്തുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്തിയിരിക്കുന്നത് ഇന്ത്യയാണെന്നാണ് ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾ വായിക്കണമെന്നില്ല, അതിനകത്ത് ചില പർട്ടിക്കുലർ ഇമേജസ് ഉണ്ട്. ഞാൻ 1-2 ഇമേജസ് ഞാൻ ഇവിടെ കൊടുക്കാം, 1-2 സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ റിപ്പോർട്ട് പോയി വായിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പക്ഷേ അതേസമയം ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ആ ഡയഗ്രാമിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ മേജർ പോർഷൻ കവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് ഈ വയലൻസ് കൂടുതലാണ്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം
എവിടെയാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത്. ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഈ OICയിൽ മെമ്പറാണ്. ഇവർ കൊടുക്കുന്ന ഡേറ്റാസ് പ്രകാരമാണ് ഈ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയി വരുന്നത്. അപ്പോൾ അവർക്ക് ബേസ്ഡ് ആയിട്ട് ഈ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. കാലാകാലങ്ങളായിട്ട് ഇവർ ഇന്ത്യക്കെതിരെ തന്നെയാണ് ഈ ഒരു നിലപാട് OIC എന്ന് പറയുന്ന സംഘടന വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ കൺട്രിയുമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ബന്ധങ്ങളുണ്ടെങ്കിലും ഇവർ ഓർഗനൈസേഷനായിട്ട് ഇവർ ടീമിൽ തീരുമാനം എടുക്കുമ്പോഴത്തേക്കും അത് ഇന്ത്യക്കെതിരെയാണ് പലപ്പോഴായിട്ട് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇസ്രായേലിനെതിരെയും ഈ ഒരു നിലപാട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇത് ഏത് രീതിയിലാണ് ഈ ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇപ്പം ഇവർ പറഞ്ഞ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെയും ഈ പറഞ്ഞ 38 തീരുമാനങ്ങളും ഇതിനകത്ത് ഒന്നും തന്നെ നടപ്പിലാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. US-ന്റെ ഒരു ഗവൺമെന്റ് മാറി വരുന്നത് കണ്ടുകൊണ്ട് കൃത്യമായ ഒരു നെഗോസിയേഷൻസിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ഇവർ ഗാസയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവർ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫണ്ട് കൊടുക്കുക, എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീസെറ്റിൽമെന്റിനെ കുറിച്ച് ഇതിനകത്ത് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് നിങ്ങൾ നോക്കിയോ. ഇത് US-ന്റെ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിൽ വരാൻ പോകുന്ന ടോപ്പ് റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ ജൂയിഷ് അലിയാസ് സ്റ്റീഫൻ മില്ലർ. ഇവർ രണ്ടുപേരും ജൂസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ടോപ്പ് പൊസിഷൻസ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാവുന്നതാണ്. മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞാണ് അടുത്ത ആള്. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോ. ഇനി അടുത്ത 4-5 വർഷത്തേക്ക് നിങ്ങൾ എപ്പോഴും കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് മാർക്കോ റൂബിയോ. ഇപ്പൊ നമ്മൾ ആന്റണി ബ്ലിങ്കൻ പറയുന്നില്ലേ, അതേപോലെ പറയാൻ പോകുന്ന ഒരു പേരാണ് മാർക്കോ റൂബിയോ. ഇയാൾ ഒരു ജൂ ആണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകാൻ പോകുന്ന വ്യക്തി. ഇതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാം ജൂസ് ആണ്. വളരെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വരുന്നത്. തീർച്ചയായിട്ടും പാലസ്തീനിൽ ചില മാറ്റങ്ങൾ നടക്കും. ഞാൻ പ്രഡിക്ഷൻ പറയുന്നതല്ല, ശരിക്കും ഇത് ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കുന്ന പ്രഡിക്ഷൻ ഒന്നുമില്ല. ഈ US-ൽ ഇപ്പൊ ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെലക്ഷൻസ്, ടീം സെലക്ഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് വരും ദിവസങ്ങൾ ഇമീഡിയറ്റ് ആയിട്ടല്ല, കൃത്യമായി പാലസ്തീനിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. എലോൺ മസ്കിനും വിവേക് രാമസ്വാമിക്കും അഡ്മിനിസ്ട്രേഷനിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് US-ൽ. മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ OICയിൽ എടുത്ത കുറച്ച് തീരുമാനങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഫുള്ള് ഉടനീളം സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.